ഹായ് ഗൈസ്, ദിസ് ഈസ് യാസിർ. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഒരു ദിവസം, സാധാരണ ദിവസം നമ്മൾ ചെയ്യാറുള്ള കാര്യങ്ങൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം എന്നുള്ളതാണ് വിശദീകരിച്ചത്. നല്ല റെസ്പോൺസ് ആയിരുന്നു ആ വീഡിയോക്ക്. അത് കണ്ട് ഒരുപാട് പേര് അങ്ങനെ സംസാരിച്ചും മറ്റും നമുക്ക് വാട്സാപ്പ് ത്രൂ എല്ലാം മെസ്സേജുകളെല്ലാം അയച്ചിരുന്നു. വളരെ ഉപകാരപ്പെട്ടു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇന്ന് ഈ സിമ്പിൾ പ്രസന്റ് എന്നുള്ള ആ ഒരു ടെൻസിന്റെ മറ്റു ചില വശങ്ങളിലേക്ക് വരാം. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ദിവസം നമ്മൾ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറയാൻ നമ്മൾ പഠിച്ചു. മറ്റേതൊക്കെ സമയങ്ങളിലാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് എന്നുള്ള ഈ ഒരു ടെൻസ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഞാനൊരു ചോദ്യം ചോദിക്കാം. എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക? ഏത് സമയത്ത്, ഏതെല്ലാം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾ പ്രസന്റ് എന്നുള്ള ഈ ഒരു ടെൻസ് ഉപയോഗിക്കുക? നമുക്കറിയാം, പാസ്റ്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുക കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം കഴിഞ്ഞു പോയതാണെങ്കിൽ പാസ്റ്റിലാണ് നമ്മൾ പറയുക. ഇനി ഫ്യൂച്ചർ ടെൻസ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? ഒരു കാര്യം ഇനി നടക്കാനുള്ളതാണെങ്കിൽ, ഇപ്പം ഇനി വരാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫ്യൂച്ചർ ടെൻസിലാണ് സംസാരിക്കുക. എങ്കിൽ പ്രസന്റ് ടെൻസ്, അതിലെ സിമ്പിൾ പ്രസന്റ് എന്നുള്ള ഈ ടെൻസ് നമ്മൾ എന്ത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുക, എപ്പോഴാണ് ഉപയോഗിക്കുക? എല്ലാവരുടെയും മനസ്സിൽ ഉത്തരങ്ങൾ വരുന്നുണ്ടാവും. എപ്പോഴാണ് സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുക എന്നുള്ളത്. നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു പെന്നും പേപ്പറും എടുത്തിട്ട് അതൊന്ന് എഴുതി വെക്കുക. അതല്ലെങ്കിൽ മനസ്സിലൊന്ന് കുറിച്ചിടുക, ഇതാണ് ഈ സമയത്താണ്. എന്നിട്ട് ഞാൻ പറയുന്ന ഉത്തരവുമായിട്ട് അതിനൊന്ന് മാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരു പരിധിവരെ നല്ലൊരു ശതമാനം ആളുകളും എഴുതിയിട്ടുണ്ടാവുന്ന ഉത്തരം സിമ്പിൾ പ്രസന്റ് എന്നുള്ളത് പ്രസന്റ്, ഇപ്പോഴാണ് ഉപയോഗിക്കുക സിമ്പിൾ പ്രസന്റ് എന്നാണ്. അല്ലെ? നിങ്ങൾ അങ്ങനെ ഇപ്പോൾ എന്ന് ഉത്തരം എഴുതിയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങളുടെ ഉത്തരം തീർച്ചയായിട്ടും തെറ്റാണ്. ആ ഇപ്പോൾ എന്നുള്ള പ്രയോഗം, നൗ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് പ്രസന്റ് കണ്ടിന്യൂസ് ആണ്. പ്രസന്റ് കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ ഐ ആം സ്പീക്കിംഗ് നൗ, I am speaking now. I'm talking to you now. Am I talking to you now? Yes, I'm talking to you. Now, ഇപ്പോൾ, right now, this time, in this time, now. Present continuous and I'm talking to you. എങ്കിൽ സിമ്പിൾ പ്രസന്റ് എന്നുള്ള ടെൻസ് അതെപ്പോഴാ? അതിന്റെ ഉത്തരമാണ് പ്രധാനമായിട്ടും ഈ വീഡിയോ. എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കേണ്ടത് എന്നതിന്റെ ഉത്തരമാണ് ഈ വീഡിയോ. സോ ലെറ്റ്സ് ഗോ ടു ദ ടോപ്പിക്. നമ്മൾ സാധാരണയായി എല്ലാ ദിവസവും എന്ന എവ്രി ഡേ, എവ്രി എന്നുള്ള ടേം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. എവ്രി ഡേ, എവ്രി വീക്ക് എല്ലാ ആഴ്ചയും, എവ്രി മന്ത് എല്ലാ മാസവും, എവ്രി ഇയർ എല്ലാ വർഷവും, എവ്രി ടൈം എല്ലാ സമയവും, എവ്രി അവർ എല്ലാ മണിക്കൂറിലും, എവ്രി മിനിറ്റ്, എവ്രി മോമെന്റ് എല്ലാ നിമിഷവും, എവ്രി മോമെന്റ് എല്ലാ നിമിഷവും, എവ്രി മോർണിംഗ് എല്ലാ രാവിലെയും, എവ്രി ആഫ്റ്റർനൂൺ എല്ലാ വൈകുന്നേരവും ഓർ ഈവനിങ്, എവ്രി നൈറ്റ് എല്ലാ രാത്രിയും, ഈ രീതിയിൽ. അതല്ലെങ്കിൽ എവ്രി വെനസ്ഡേ എല്ലാ ബുധനാഴ്ചയും, എവ്രി സൺഡേ എല്ലാ ഞായറാഴ്ചയും, ഇങ്ങനെ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എവ്രി ഡേ എല്ലാ ദിവസവും. Can you tell me 5 things you do every day? എല്ലാ ദിവസവും ചെയ്യുന്ന 5 കാര്യങ്ങൾ പറയാൻ പറ്റും. For example, I brush my teeth every day. I wash my face. I eat breakfast every day. Or I go to my office every day. I meet him every day. ഞാൻ അവനെ എന്നും കാണാറുണ്ടെന്ന് അർത്ഥം. I meet him every day. ഞാൻ അവനെ എന്നും കാണാറുണ്ട്. I ask you every day. എന്നും ഞാൻ നിന്റെ അടുത്ത് ചോദിക്കാറുണ്ടെന്ന് അർത്ഥം. എല്ലാ ദിവസവും ഞാൻ നിന്നോട് ചോദിക്കാറുണ്ട്. I ask you every day. ഞാൻ എന്നും നിന്നോട് ചോദിക്കാറുണ്ട് എന്നുള്ള അർത്ഥത്തിൽ എവ്രി ഡേ. അതല്ലെങ്കിൽ എവ്രി വീക്ക് എല്ലാ ആഴ്ചയും ചെയ്യുന്ന കാര്യങ്ങൾ. ധാരാളം കാര്യങ്ങളുണ്ടാവും എല്ലാ ആഴ്ചയും ചെയ്യുന്ന കാര്യങ്ങൾ. അതല്ലെങ്കിൽ എവ്രി മന്ത് ഓരോ മാസവും, എല്ലാ മാസവും ചെയ്യുന്ന കാര്യങ്ങൾ. സോ യു സേ ഐ ഡു, ഐ ഗോ, ഐ പ്ലേ, ഐ ഈറ്റ്, ഐ ബ്രഷ്, ഐ വർക്ക്, ഈ രീതിയിൽ. എവ്രി ഡേ, എവ്രി മോർണിംഗ്, എവ്രി ആഫ്റ്റർനൂൺ, എവ്രി മന്ത്, എവ്രി ഇയർ, ഈ രീതിയിൽ എന്തും നമ്മൾ സിമ്പിൾ പ്രസന്റിലാണ് പറയുക. അതേപോലെ ഓൺ സൺഡേസ്, ഞായറാഴ്ചകളിൽ,
on Mondays, on weekends. ഈ രീതിയിൽ നമ്മൾ പറയുമ്പോഴും സിമ്പിൾ പ്രസന്റിൽ തന്നെയാണ് ആ സെന്റൻസ് പറയാം. ഫോർ എക്സാമ്പിൾ, ഐ ഗോ ടു ദ ബീച്ച് ഓൺ വീക്കെൻഡ്സ്. ഞാൻ ആഴ്ചയുടെ അവസാനത്തിൽ വീക്കെൻഡിൽ ഐ ഗോ ടു ദ ബീച്ച്. ഓർ ഐ ഗോ ടു ദ മോൾ ഓർ ഷോപ്പിംഗ് മോൾ ഓൺ സൺഡേസ്. ഞായറാഴ്ചകളിൽ ഞാൻ ഷോപ്പിംഗ് മാളിൽ പോവാറുണ്ട് എന്നൊക്കെ പറയാം. ഓൺ സൺഡേസ് ഐ ഗോ ഷോപ്പിംഗ് ഓൺ വെനസ്ഡേസ്. ഷോപ്പിങ്ങിന് വെനസ്ഡേസിലാണ് പോവാറുള്ളത് എന്നർത്ഥം. ഇങ്ങനെ ഉള്ള ഫ്രീക്വന്റ് ആയിട്ട് നടക്കാറുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ സ്ട്രക്ചർ ഐ ഗോ, ഐ പ്ലേ എന്ന അർത്ഥത്തിലാണ് പറയാറുള്ളത്. ഇനി ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ ചെയ്യുകയാണെങ്കിൽ, ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ once, twice, thrice ഇങ്ങനെ കൂടുതൽ തവണകൾ എന്ന് പറയാൻ വേണ്ടി നമുക്ക് ഈ ടെൻസ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് സംസാരിക്കുക. So maybe there are things that you do, once a day, once a year, once a month, like that, or twice a day, twice a month, twice a week, ഇങ്ങനെയുള്ളതൊക്കെ. So try to note down some of the things what you do like this. ഈ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. And then we have generally, another term, generally, പൊതുവെ എന്നർത്ഥം. Generally I speak മലയാളം. പൊതുവെ ഞാൻ മലയാളമാണ് സംസാരിക്കാറുള്ളത്. Generally I believe people can live peacefully. Generally പൊതുവെ എൻ്റെ വിശ്വാസം എന്താണ്? People can live peacefully. ആളുകൾക്ക് പീസ്ഫുൾ ആയിട്ട് തന്നെ ജീവിക്കാൻ സാധിക്കും എന്നതാണ് എൻ്റെ വിശ്വാസം. ഈ രീതിയിൽ പറയാനൊക്കെ നമ്മൾക്ക് ജനറലി, പൊതുവെ എന്നുള്ള ഒരു ടേം, ജനറലി. Then we have another very very frequently used term, always. എപ്പോഴും എന്നർത്ഥം, എല്ലായ്പ്പോഴും എന്നർത്ഥം. I always think about you. ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട് എന്നർത്ഥം. I always think about you. ഞാൻ എപ്പോഴും നിന്നെ കുറിച്ച് ഓർക്കാറുണ്ട്. I always eat rice. നമ്മൾ എപ്പോഴും റൈസ് ആണ് കഴിക്കാറുള്ളത്. Or I always read stories. ഞാൻ എപ്പോഴും കഥകളാണ് വായിക്കാറുള്ളത്. Like I always play cricket. ഞാൻ എപ്പോഴും ക്രിക്കറ്റ് ആണ് കളിക്കാറുള്ളത്. Always. What do you do always? എന്തൊക്കെയാണ് എപ്പോഴും ചെയ്യാറുള്ളത്? What do you do always? എല്ലായ്പ്പോഴും ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? Make a list of that. ആ ലിസ്റ്റ് ഉണ്ടാക്കുമ്പോഴും I do, I play, I eat, ഈ ഓർഡറിലാണ് നമ്മൾ ചെയ്യുക. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എപ്പോഴും എന്ന അർത്ഥത്തിൽ. Always. മറ്റൊരു ടേമാണ് often. എന്താ often എന്ന് പറഞ്ഞാൽ? Often. ചില പ്രൊനൗൺസിയേഷൻ, ചില ആക്സെന്റിലൊക്കെ ഉപയോഗിക്കാറ് often എന്ന്, അല്ലെ? Often നമ്മൾ പറയാറുള്ള often എന്ന് പറഞ്ഞാൽ ഇടക്കിടക്ക് എന്നർത്ഥം. ഇടക്കിടക്ക് എന്ന് പറയുമ്പോൾ സാധാരണയിൽ കവിഞ്ഞ ഒരവസ്ഥ. ഫോർ എക്സാമ്പിൾ, nowadays it often rains. ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ട്. ഈയിടെയായിട്ട് ഇടക്കിടക്ക് മഴ പെയ്യുന്നുണ്ടെന്ന്. ആ ഇടക്കിടക്ക് I often meet him nowadays. ഞാൻ അയാളെ ഇടക്കിടക്ക് കാണാറുണ്ട്. I often meet him. ഞാൻ അയാളെ ഇടക്കിടക്ക് കാണാറുണ്ട്. ഓഫൻ, ഇടക്കിടക്ക്. ഇങ്ങനെ ഇടക്കിടക്ക് സംഭവിക്കാറുള്ള കുറേ കാര്യങ്ങളുണ്ടാവും. ഓഫൻ വെച്ച് ഒരു 5-6 കാര്യങ്ങൾ ഒന്ന് എഴുതി നോക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ഓഫൻ എന്നുള്ള ടേം ഉപയോഗിച്ച് പറയാമെന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ സംസാരത്തിൽ ഓഫൻ എന്നുള്ള ടേം ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ഓഫൻ എന്നുള്ളത് ഇടക്കൊന്ന് ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് becomes very strong. അങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇതൊക്കെ സംസാരത്തിലേക്ക് ഇടക്കൊന്ന് ഉപയോഗിച്ച് നോക്കിക്കൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ഉപയോഗിക്കുക. അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്കത് ഉപയോഗിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ഉപയോഗിച്ച് നോക്കുക. അത് നമ്മുടെ മനസ്സിൽ ഉറച്ചിരിക്കും. സോ ഓഫൻ മറ്റൊരു വേർഡാണ്. അതുപോലെ തന്നെ സാധാരണ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ടേമാണ് സംടൈംസ്. ചിലപ്പോൾ, സംടൈംസ് I eat bananas, sometimes I eat apples എന്നൊക്കെ പറയും. ചിലപ്പോൾ അത് തിന്നും, ചിലപ്പോൾ ഇത് തിന്നും, ചിലപ്പോൾ അങ്ങോട്ട് പോകും. sometimes I go there or sometimes I go here. ഞാൻ ചിലപ്പോൾ അവിടെ പോകും, ചിലപ്പോൾ ഇവിടെ പോകും. ചിലപ്പോൾ എന്നുള്ള ആ ഒരു പ്രയോഗം ഉണ്ടല്ലോ, സംടൈംസ്. What do you do sometimes? ചിലപ്പോൾ ചെയ്യാറുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? And again, another word. We use the word rarely. അപൂർവമായിട്ട്. Rarely. അപൂർവമായി. Some things are there which we do rarely. Now, I rarely drink coffee. ഞാൻ വളരെ അപൂർവമായിട്ടാണ് കോഫി കുടിക്കാറുള്ളത് എന്നർത്ഥം. Or I rarely speak Telugu. ഞാൻ വളരെ അപൂർവമായിട്ടാണ് തെലുഗു സംസാരിക്കാറുള്ളത്.
അല്ലെങ്കിൽ ഐ റെയർലി മീറ്റ് ഹിം, ഞാൻ വളരെ അപൂർവമായിട്ട് അയാളെ കാണാറുള്ളൂ എന്നർത്ഥം. ഐ റെയർലി മീറ്റ് ഹിം, ഐ റെയർലി മീറ്റ് ഹിം, ഞാൻ വളരെ അപൂർവമായിട്ട് അയാളെ കാണാറുള്ളൂ എന്നർത്ഥം. ഇങ്ങനെ റെയർലി. വി യൂസ് ദ വേർഡ് നെവർ ഓൾസോ, ഒരിക്കലും ഉണ്ടാവാറില്ല എന്നർത്ഥം. ഐ നെവർ മീറ്റ് ഹിം, ഞാൻ അവനെ കാണാറേ ഇല്ല. ഐ നെവർ മീറ്റ് ഹിം. ഐ നെവർ സ്പീക്ക് മലയാളം, ഓർ ഐ നെവർ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറേ ഇല്ല എന്നർത്ഥം. ഐ നെവർ ഡു ദാറ്റ്, ഞാൻ അത് ചെയ്യാറേ ഇല്ല. ഐ നെവർ തിങ്ക് അബൌട്ട് ഹിം, ഞാൻ അവനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല എന്നർത്ഥം. മനസ്സിൽ നിന്ന് കളഞ്ഞു. ഐ നെവർ തിങ്ക് അബൌട്ട് ഹിം, ഞാൻ അയാളെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. നെവർ. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ, ഇപ്പൊ എവറി വെച്ചുള്ള ഒരുപാട് വാക്കുകൾ നമ്മൾ മനസ്സിലാക്കി, സമയങ്ങൾ പറഞ്ഞു. അതേപോലെ ഓൾവേസ്, ഓഫൻ, സംടൈംസ്, റെയർലി, നെവർ. പിന്നെ വളരെ അപൂർവമായിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ള ഒരു ടേമാണ് സെൽഡം എന്നുള്ളത്. ഐ സെൽഡം മീറ്റ് ഹിം എന്നൊക്കെ പറഞ്ഞാൽ സത്യത്തിൽ കാണൽ വളരെ കുറവാണ്, ഒരു പക്ഷെ കാണാറേ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ സെൽഡം, ഐ സെൽഡം മീറ്റ് ഹിം എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ധാരാളം ടേമുകൾ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. ഇനി ഞാൻ പറയാതെ പോയ ഒരു ടേം, വളരെ പ്രധാനപ്പെട്ട ഒരു ടേം ഉണ്ട്, അതാണ് യൂഷ്വലി. യൂഷ്വലി ആക്ച്വലി നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ട ഒരു സമയ ടേമാണ്, ഒരു ടൈം എക്സ്പ്രഷനാണ് യൂഷ്വലി എന്നുള്ളത്. യൂഷ്വലി എന്ന് പറഞ്ഞാൽ സാധാരണയായി, സാധാരണയായി എന്നർത്ഥം. യൂഷ്വലി പതിവായി എന്നൊക്കെ പറയുന്ന മീനിങ്, പതിവായി. ഐ യൂഷ്വലി വേക്ക് അപ്പ് അറ്റ് 5 o'clock, പതിവായി ഞാൻ 5 മണിക്കാണ് എഴുന്നേൽക്കാറുള്ളത്. ഐ യൂഷ്വലി മീറ്റ് ഹിം, പതിവായി കാണാറുണ്ട്. ഐ യൂഷ്വലി ആസ്ക് അബൌട്ട് യു, ഞാൻ നിന്നെ കുറിച്ച് പതിവായി ചോദിക്കാറുണ്ട്. ഐ യൂഷ്വലി പ്ലേ ക്രിക്കറ്റ്, ഞാൻ പതിവായി ക്രിക്കറ്റ് ആണ് കളിക്കാറുള്ളത്. ഐ യൂഷ്വലി ഡ്രിങ്ക് കോഫി, ഞാൻ പതിവായി കോഫിയാണ് കുടിക്കാറുള്ളത്. ഐ യൂഷ്വലി പ്രേ, ഞാൻ പതിവായി പ്രാർത്ഥിക്കാറുണ്ടെന്ന് അർത്ഥം. ഈ യൂഷ്വലി എന്നുള്ള ടേം ഒരു പക്ഷെ നമ്മൾ ആരും അധികം ഉപയോഗിക്കാറില്ലാത്തൊരു ടേം ആയിരിക്കും. പക്ഷേ ഐ വുഡ് ടെൽ യു, ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗിക്കാൻ സാധ്യതയുള്ള, പോസിബിൾ ആയിട്ടുള്ള ഒരു ടേമാണ് യൂഷ്വലി എന്നുള്ളത്. അപ്പോ യൂഷ്വലി ഉപയോഗിക്കാറുണ്ടോ? ഇല്ല. എങ്കിൽ യൂഷ്വലി നാളെ മുതൽ, അല്ലെങ്കിൽ ഈ നിമിഷം മുതൽ ഇന്ന് ഒരു 5 പ്രാവശ്യമെങ്കിലും ഞാൻ എൻ്റെ സംസാരത്തിൽ ഉപയോഗിക്കാൻ ശ്രമിക്കും എന്നുള്ളത് തീരുമാനിക്കുക. ഇംഗ്ലീഷ് എപ്പോൾ പറയുമ്പോഴും യൂഷ്വലി എന്നുള്ള ഒരു ടേം അത് ഉപയോഗിക്കാൻ പരമാവധി, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സാഹചര്യങ്ങളിൽ യൂഷ്വലി ഉപയോഗിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല. സോ start using usually, and I want to see you using usually. You understand? Usually പതിവായി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണണം. യൂഷ്വലി എന്നുള്ള ടേം അത്രയും പ്രധാനപ്പെട്ടതാണ്. അപ്പം അവിടെയും നമ്മൾ ഉപയോഗിക്കുന്നത് ഈ സിമ്പിൾ പ്രസന്റിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. എങ്ങനെ? ഐ ഗോ യൂഷ്വലി, ഐ പ്ലേ യൂഷ്വലി, അല്ലെങ്കിൽ ഐ യൂഷ്വലി ഗോ, ഞാൻ പതിവായി പോവാറുണ്ട്. ഐ യൂഷ്വലി പ്ലേ, ഞാൻ പതിവായി കളിക്കാറുണ്ട്. ഐ യൂഷ്വലി ഈറ്റ്, ഞാൻ പതിവായി തിന്നാറുണ്ട്. എന്തോ യു ക്യാൻ ഫിൽ ഇറ്റ് അപ്പ്. ഐ യൂഷ്വലി ആസ്ക്, ഞാൻ പതിവായി ചോദിക്കാറുണ്ട്. ഐ യൂഷ്വലി സ്പീക്ക്, ഞാൻ പതിവായി സംസാരിക്കാറുണ്ട്. ഐ യൂഷ്വലി ഡു, പതിവായി ചെയ്യാറുണ്ട്. ഈ രീതിയിലുള്ള ടൈം എക്സ്പ്രഷൻസ്. സോ നൗ ഗോയിങ് ബാക്ക് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കുന്നത്? ഒരിക്കലും ഇപ്പോഴല്ല. ഇപ്പോൾ പ്രസന്റ് കണ്ടിന്യൂസ്. പിന്നെ എപ്പോഴാന്ന് ചോദിച്ചാൽ പതിവായി, സ്ഥിരമായി, വല്ലപ്പോഴും, എപ്പോഴും, അതല്ലെങ്കിൽ എന്നും, എല്ലാ വർഷവും, എല്ലാ മാസവും, എല്ലാ ആഴ്ചയും, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ, ആഴ്ചയിൽ 2 പ്രാവശ്യം, പലപ്പോഴും, അതല്ലെങ്കിൽ ഒരിക്കലുമില്ല. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സിമ്പിൾ പ്രസന്റ് ഉപയോഗിക്കും. എങ്കിൽ അത് നമ്മുടെ ടൈം ലൈനിൽ എവിടെയാ വരിക? ടൈം ലൈനിൽ പാസ്റ്റിലുണ്ട്, ഇപ്പോഴുണ്ട്, ഫ്യൂച്ചറിലുമുണ്ട് എന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ സംസാരത്തിനാണ് നമ്മൾ ഈ സിമ്പിൾ പ്രസന്റ് എന്ന് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, ഐ ബ്രഷ് മൈ ടീത്ത് ഡെയിലി എന്ന് പറയുമ്പോൾ, ഡെയിലി എന്ന് പറഞ്ഞാൽ എന്താ? ഇന്നലെ അയൽപ്പെട്ടു, ഇന്നും അയൽപ്പെട്ടു, നാളെ അയൽപ്പെട്ടു. ഇങ്ങനെ നമ്മൾ ഡെയിലി, എല്ലാ ദിവസവും, ഇന്നലകളിലും ഇന്നും നാളെകളിലും ദിവസവും ചെയ്യുന്ന ഒരു കാര്യം എന്ന അർത്ഥത്തിലാണ് വരുന്നത്. അവിടെ നമ്മൾ സിമ്പിൾ പ്രസന്റ്, ഐ ബ്രഷ് മൈ ടീത്ത് ഡെയിലി, ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ട്. ഐ ബ്രഷ് മൈ ടീത്ത്, ഞാൻ എൻ്റെ പല്ല് തേക്കാറുണ്ടെന്ന് പറയുമ്പോൾ ചെയ്യാറുള്ള ഒരു കാര്യം ഇന്നലകളിലും ഇന്നും നാളെകളിലുമെല്ലാം. അപ്പൊ ഒരിക്കലും സിമ്പിൾ പ്രസന്റിനെ ഇപ്പോൾ എന്ന് മനസ്സിലാക്കരുത്, അത് തെറ്റാണ്. സിമ്പിൾ പ്രസന്റ് എപ്പോഴും എന്നതാണ് സിമ്പിൾ പ്രസന്റ്. ഇപ്പോൾ എന്നല്ല, എപ്പോഴും, ഓൾവേസ് ഓർ യൂഷ്വലി, പതിവായ കാര്യങ്ങൾ, ഫ്രീക്വന്റ്ലി, ഇടവിട്ട് നടക്കുന്ന കാര്യങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ സിമ്പിൾ പ്രസന്റ് എന്നുള്ളത്.
സോ ഒരുപാട് സമയങ്ങൾ നമ്മൾ ഇന്ന് സംസാരിച്ചു. ഈ സമയത്തെ എല്ലാം നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഉപയോഗിക്കുമ്പോൾ വളരെ സിമ്പിളായി ഐ ഡു, ഐ ഗോ, ഐ പ്ലേ, ഐ ഈറ്റ്, ഐ റൺ എന്ന രീതിയിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക. സോ ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഐ വാണ്ട് യു ടു സ്റ്റേ ട്യൂൺ ബിക്കോസ് നെക്സ്റ്റ് വീഡിയോ വിൽ ബി അബൌട്ട് സിമ്പിൾ പ്രസന്റ് എന്നുള്ള ആ ഒരു ടെൻസ്, അതിനെക്കുറിച്ചാണ് അടുത്ത വീഡിയോ വരുന്നത്. അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്, അത് നമ്മളെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാണ്, മറ്റൊരാളെ കുറിച്ച് സിംഗുലർ ആയ കാര്യങ്ങളെ കുറിച്ച്, സിംഗുലറിനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെ ചെറിയൊരു മാറ്റമുണ്ട്. പൊതുവെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ സിംഗുലറിനെ കുറിച്ചുള്ള മാറ്റം, അതെങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗത്തിൽ കൊണ്ടുവരാം തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്തൊരു വീഡിയോയിലുള്ളത്. സ്റ്റേ ട്യൂൺഡ്. ആൻഡ് വൺ മോർ തിങ്, വാട്ട് യു ഹാവ് ഡൺ, ഇന്ന് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ തീർച്ചയായിട്ടും യു ക്യാൻ പോസ്റ്റ് ഇൻ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ യു ക്യാൻ ഓഫ് കോഴ്സ് join in our WhatsApp group and you can of course practice your language to speak simple and correct English.